അസ്സലാമു അലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പ് തുറക്കാനുണ്ടാക്കിയ ഒരു പലഹാരത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പലഹാരം ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ 2 സവാള കട്ട് ചെയ്തതും 2 പച്ചമുളകും കൂടി ഇട്ടതിന് ശേഷം പാകത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നോമ്പ് നല്ല ചൂടായത് കാരണം ഒരു പ്രയാസം ഉണ്ടാവില്ലേ? ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ ക്യാരറ്റ് പീലർ കൊണ്ട് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല നീളത്തിലിങ്ങനെ സ്ലൈസായിട്ട് കിട്ടുമല്ലോ. ഇനി ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ജീരകം പൊടിച്ചത്. കാരണം ഞാൻ ഇറച്ചി സമൂസക്കും പിന്നെ എല്ലാതും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഇറച്ചി ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ പ്രത്യേകം മസാല ഇടേണ്ട ഒരാവശ്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ കുറേ മസാല ഇടാത്തത്. ഇങ്ങനെ ഇറച്ചി വേവിച്ച് വെച്ചാൽ നമുക്ക് എല്ലാത്തിനും എടുക്കാം. ഇപ്പോൾ അതാ ഇറച്ചി ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. ബീഫാണ് കേട്ടോ. അപ്പോൾ സമൂസക്കും അങ്ങനെ എല്ലാത്തിനും എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഇറച്ചി ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മസാല ഉണ്ടാക്കിയെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ മാവ് 2 കപ്പ് മൈദയും പിന്നെ 1/2 ഗ്ലാസ് പാലും ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഓരോ ബൗളും എടുത്ത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയതിന് ശേഷം ഒരു സ്റ്റിക്ക് വെച്ച് അതിൻ്റെ മുകളിൽ നമ്മുടെ മസാല വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മുടഞ്ഞെടുക്കാം. ഇങ്ങനെ മുടഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരു പുതുമയാവുമല്ലോ. ഫ്രൈ ചെയ്താലും കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ എല്ലാതും ഞാൻ മുടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് ഓയിലൊഴിച്ച് ചൂടാവുമ്പോൾ ഇത് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു വശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം ബ്രൗൺ നിറമായാൽ നമുക്കിത് കോരി മാറ്റിയതിന് ശേഷം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു അടിപൊളി പലഹാരമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നമുക്ക് എന്തായാലും എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണമല്ലോ. പിന്നെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.